നൂറ്റാണ്ടിലെ കൊലപാതകം. ആൻഡ്രിയ പിയർസ് എന്ന അമേരിക്കൻ യുവതി പോസ്റ്റ്മോർട്ടം സൈക്കോസിസിന്റെ ഭാഗമായി തൻ്റെ 5 കുട്ടികളെ ബാത്ടബിൽ മുക്കിക്കൊന്ന സംഭവത്തെ അമേരിക്കൻ ജനത വിശേഷിപ്പിച്ച വാക്കുകളാണിത്. സമാനതകളില്ലാത്ത ഒരു സംഭവം ഇങ്ങ് ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിലും നടന്നു. റൂണ സാഹ്നി എന്ന യുവതി തൻ്റെ ഭർത്താവിൻ്റെ സ്ഥിര മദ്യപാനം, ചീത്ത കൂട്ടുകെട്ട്, സംശയരോഗം കൂടാതെ അക്രമവും അതിരുവിട്ട ഒരു സന്ധ്യാനേരത്ത് അച്ഛൻ്റെ അടിയിൽ നിന്നും രക്ഷപ്പെടാനാണെന്ന് പറഞ്ഞ് തൻ്റെ 6 മക്കളെയും കൂട്ടി പഞ്ചായത്ത് കിണർ ലക്ഷ്യമാക്കി നടന്നു. അമ്മയ്ക്കൊപ്പം മരണത്തിലേക്കാണ് നടക്കുന്നതെന്ന് തിരിച്ചറിയാൻ കൽപ്പില്ലാത്ത നിഷ്കളങ്കരായ, മുലകുടി മാറാത്ത 1 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള 6 കുട്ടികളെ ഒന്നൊന്നായി കിണറ്റിലെറിഞ്ഞു കൊന്നു. അതെ, ഇന്ത്യൻ ചരിത്രത്തിലെ കറുത്ത സന്ധ്യ. നൂറ്റാണ്ടിലെ പെരിനാറ്റൽ സൈക്കോസിസ് കൊലപാതകങ്ങളും ഒരു പക്ഷേ ഇതുതന്നെയാകും. മെയ് 31 വൈകുന്നേരം 6 മണി. മുംബൈയിൽ നിന്നും 100 കിലോമീറ്റർ അകലെയുള്ള റായ്ഗഡ് ജില്ലയിലെ മഹാദ് ഡാൽഗാഠി എന്ന ഗ്രാമത്തിൽ റൂണ സാഹ്നി എന്ന 30-കാരി തൻ്റെ 6 കുട്ടികളെ നിന്ന നിൽപ്പിൽ ഒന്നൊന്നായി കിണറ്റിലെറിഞ്ഞു. ഒരു വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള രാധ, ശിവരാജ്, വിദ്യ, രേഷ്മ, കരിഷ്മ, റോഷ്നി എന്നീ 5 പെൺകുട്ടികൾ ഉൾപ്പെടെ 6 കുട്ടികളും മരണപ്പെട്ടു. ആദ്യം മൂത്ത 4 കുട്ടികളെയാണ് കിണറ്റിലെറിഞ്ഞത്. ജീവനു വേണ്ടി കയ്യും കാലും ഇട്ടടിച്ച് വെള്ളം കുടിച്ചു പിടയ്ക്കുന്ന 4 മക്കൾക്കിടയിലേക്ക് താഴെയുള്ള ബാക്കി 2 കുഞ്ഞുങ്ങളെയും ഇരു ഒക്കത്തുമെടുത്തുകൊണ്ട് റൂണയും കിണറ്റിലേക്ക് ചാടുകയായിരുന്നു. രക്ഷിക്കണേ എന്ന നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തി നോക്കിയപ്പോൾ കിണറാകെ ജീവന് വേണ്ടിയുള്ള അവസാന പിടച്ചിലുകളും നിലവിളികളുമായിരുന്നു. തുടർന്ന് എല്ലാവരെയും കരക്കെടുക്കുമ്പോൾ മൂത്ത മക്കളിൽ ഒരാൾ ഭൂമിയിൽ ജീവന് വേണ്ടിയുള്ള അവസാന പരിശ്രമവും നടത്തുന്നുണ്ടായിരുന്നു. റൂണ സാഹ്നി എന്ന അമ്മ കഷ്ടിച്ചു രക്ഷപ്പെട്ടു. അല്ല, ജീവിച്ചിരിക്കെ മക്കളില്ലാതെ മരണസമാനമായ ജീവിതത്തിലേക്കുള്ള രക്ഷപ്പെടൽ. കേസിൽ വിഷമകരമായി തോന്നിയ മറ്റൊരു സംഭവം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. വിദേശ രാജ്യങ്ങളിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ അമ്മമാർ കുഞ്ഞുങ്ങളെ കൊല്ലുമ്പോൾ അവ പെരിനാറ്റൽ സൈക്കോസിസ് ഗണത്തിൽപ്പെടുത്തി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുക പതിവാണ്. എന്നാൽ UK-യിലെ ദ സൺ ഉൾപ്പെടെ ഇന്ത്യൻ സ്ത്രീ 6 കുഞ്ഞുങ്ങളെ കൊന്ന ഭയാനക നിമിഷം എന്ന തലക്കെട്ടാണ് നൽകിയത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ കാരണക്കാർ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥിതി തന്നെയല്ലേ എന്ന് ചിന്തിച്ചു പോകും. മാത്രമല്ല, ഒരമ്മ 6 കുട്ടികളെ കൊന്ന സംഭവം റിപ്പോർട്ട് ചെയ്ത ന്യൂസ് ഏജൻസിയായ ANA ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വെബ്സൈറ്റുകളിലെല്ലാം ഒരേ അച്ചിലാണ് പ്രസിദ്ധീകരിച്ചതെന്ന് തോന്നുന്ന തരത്തിലായിരുന്നു വാർത്തകൾ വന്നത്. കാരണം കൊലപാതകങ്ങൾക്ക് ശേഷം റായ്ഗഡ് പോലീസ് സൂപ്രണ്ട് റൂണയെക്കുറിച്ച് നടത്തിയ പ്രതികരണം ഉദ്ധരിച്ചാണ് എല്ലാ വാർത്തകളും അവസാനിച്ചത്. അതിങ്ങനെയായിരുന്നു: പോലീസ് സ്റ്റേഷനിൽ റൂണ അങ്ങേയറ്റം മൗനിയായാണ് ഇരുന്നത്. ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഒരു മറുപടിയും നൽകിയില്ല. അവസാനമായി ഞാൻ അവളോട് ചോദിച്ചു, ഈ ലോകത്ത് അമ്മേ എന്ന് വിളിക്കാൻ നിനക്കിനി ആരും തന്നെ അവശേഷിക്കുന്നില്ലല്ലോ എന്ന്. അപ്പോഴും നിർവികാരമായിരുന്നു അവരുടെ കണ്ണുകൾ. അവർക്ക് അവരുടെ പ്രവൃത്തിയിൽ യാതൊരു കൂസലുമില്ലായിരുന്നു. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, ഇന്ത്യൻ പോലീസ് സർവീസിലെ ഉന്നത ഉദ്യോഗസ്ഥനായ അന്നത്തെ റായ്ഗഡ് SP അശോക് ദൂധെ IPS ആയിരുന്നു. പിന്നീട് മുംബൈ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അശോക് ദൂധയുമായി ഫോണിൽ ബന്ധപ്പെട്ടു. അദ്ദേഹം ഇപ്പോഴും പറഞ്ഞത് ശരിയാണ് എന്ന നിലപാടിലാണ്. കേസ് കോടതിയുടെ പരിഗണനയിലായതിനാൽ കൂടുതലൊന്നും പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനെ പരിചയപ്പെടുത്തി തന്നു. മിനിറ്റുകൾക്കുള്ളിൽ 6 പിഞ്ചുകുട്ടികളെ കൊന്ന റൂണ സാഹ്നി കേസ് കൈകാര്യം ചെയ്ത പോലീസ് ഓഫീസറുടെ വിശദീകരണം മാത്രമാണ് അന്നും ഇന്നും കൊലപാതക കാരണമായി പുറത്തു വന്നിട്ടുള്ളത്. മാത്രമല്ല,
റൂണയ്ക്ക് അവരുടെ ചെയ്തിയിൽ യാതൊരു കൂസലുമുണ്ടായിരുന്നില്ല എന്ന് പറയാൻ തക്കവണ്ണം മനുഷ്യ മാനസിക വ്യാപാരങ്ങളെക്കുറിച്ച് യാതൊരു ധാരണയില്ലായ്മയും ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ പുലർത്തി എന്നതും കാണാതെ പോകരുത്. റൂണ സാഹ്നി ഇപ്പോൾ എവിടെയാണെന്നറിയാൻ ഇപ്പോഴത്തെ റായ്ഗഡ് SP വിളിച്ചു. And what sort of details you want right now from my side? Because to the best of my knowledge, we have already discussed couple of times that case as well. Okay, she was already in jail? To the best of my knowledge, she is already in jail. The name of jail? Yeah, it's District Jail, Alibag. Okay. Can you share FIR number, please? I don't have it with me right now. I will have to take it from my police station. May I give you number of the in charge of police station so that you can directly have access to FIR and entire details of the case? Okay. That's a number, please. Are you in a position to write it down? Yeah. Okay. Then please hold on. I will give it to you within a couple of minutes. Okay, thank you. He is Mr. Juvan Mane. Juvan Anil Mane. Male. Okay. In charge of the MIDC police station. In charge of MIDC police station. MIDC Mahad police station. MIDC Mahad police station. Okay. You are doing PhD, ma'am? No, for researching. Investigation of postpartum psychosis and prepartum psychosis crimes related to many ladies are in India. Yeah. Okay. They are already mentally any problem? No, actually, she was fed up with harassment from her husband actually. And out of that frustration, she committed that offense. साइकिक मेंटालिटी तो नहीं कहेंगे, जिंदगी से तंग आ गई थी बोलेंगे. वो मर्द था, दारू वारू पी के आते रहता था, मारपीट करते रहता था. शी वाज फेड अप विथ हर लाइफ. अभी बच्चों का क्या करना, तो ये कर दिए, बच्चों को फेंक दिए, खुद भी मार गया. ऐसा था. അതെ, റൂണ അന്നു മുതൽ ഇപ്പോഴും മഹാരാഷ്ട്രയിലെ അലിബാഗ് ജില്ലാ ജയിലിലാണ്. സംശയരോഗിയായ റൂണയെ നിരന്തരം ബുദ്ധിമുട്ടിച്ച് വേട്ടയാടി കൊലപാതകിയാക്കിയ ഭർത്താവ് ചിഗുരി സാഹ്നി പുറത്തുമാണ്. എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്ത് സാഹചര്യത്തിലാണ് റൂണ എന്ന് 30 വയസ്സ് മാത്രം പ്രായമുള്ള അമ്മയ്ക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നതെന്ന് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഒരു സ്ത്രീക്ഷേമ സംഘടനകളും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. പലപ്പോഴായി മഹാദ് പോലീസ് ഓഫീസറെ വിളിക്കാറുള്ള ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ എന്ന് ചോദിച്ചു. റൂണയ്ക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? അതെ, ഉണ്ടായിരുന്നു എന്നായിരുന്നു ഉത്തരം. അവർക്ക് തക്കതായ മാനസികാരോഗ്യ ചികിത്സ ലഭിച്ചിരുന്നോ? ഉത്തരം തന്നില്ല. റൂണയ്ക്ക് ഉറപ്പായും മാനസികാസ്വാസ്ഥ്യം ഉണ്ടെന്നാണ് നിലവിലെ പോലീസ് ഓഫീസർ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അവർക്ക് തക്കതായ മാനസികാരോഗ്യ ചികിത്സ ഉറപ്പാക്കിയോ എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ഇനി അഥവാ കിട്ടിയാലും ആ ട്രോമയെ അതിജീവിച്ച് മുന്നേറാനുള്ള കരുത്തുണ്ടാകുമോ തുടങ്ങിയ ചോദ്യങ്ങൾ അനവധി ബാക്കിയാണ്. ഉത്തരം തരേണ്ടത് ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥിതിയാണ്. ഫൗസിയ മുസ്തഫ, ന്യൂസ് മലയാളം, മുംബൈ.